ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അടുത്ത ദിവസം ഇവർ രണ്ടുപേരും മീറ്റിംഗിനായി വലിയ രീതിയിൽ തയ്യാറായിട്ട് വരികയാണ്. പക്ഷേ അവർ എത്തുന്നതിന് മുമ്പേ തന്നെ അവിടെ മീറ്റിംഗ് തുടങ്ങി. അപ്പോൾ ഷൗ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വേ ഉണ്ടല്ലോ, അവൻ ശരിക്കും ഒരു പ്ലേ ബോയ് ആണ്. ഇന്നലെ രാത്രി ഫുൾ പാർട്ടി ചെയ്തിട്ട് ഇതുവരെ അവൻ ഇവിടെ വന്നിട്ടില്ല. കണ്ടോ, ഇവനെയും വിശ്വസിച്ച് നമുക്ക് ഈ കമ്പനി കൊടുക്കാൻ പറ്റില്ല. അതിനാണ് ഞാൻ ഇന്നലെ വേനോട് അവൻ്റെ കമ്പനി ഷെയറുകളെല്ലാം എനിക്ക് തന്നെ മാറ്റാൻ പറഞ്ഞത്. അവനുമായി എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് തന്നു. അതിൻ്റെ വീഡിയോ ആണിത്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ എന്നും പറഞ്ഞ് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. പക്ഷേ ആ വീഡിയോയിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഷൗ വേൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം മോഷ്ടിച്ചതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പാണത്. അത് കണ്ടതും ഷൗ എണീറ്റ് നിന്ന് ഇതെന്താ, ഈ വീഡിയോ എങ്ങനെ ഇവിടെ വന്നത് എന്നും ചോദിച്ച് ടെൻഷനായിട്ട് നിൽക്കുകയാണ്. പിന്നെ അത് എങ്ങനെയാണെന്നല്ലേ, അത് ഞാൻ കാരണമാണ് എന്നും പറഞ്ഞ് നമ്മുടെ വേ അങ്ങോട്ട് എൻട്രി കൊടുക്കുന്നു. നീ എങ്ങനെയാ ഇവിടെ വന്നത് എന്ന് ഷൗ ചോദിക്കുമ്പോൾ എന്നെ കണ്ടെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എൻ്റെ കൈ വെട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ ഞാൻ ആ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടത്. ഇത് കേട്ട് ടെൻഷൻ ആയിക്കൊണ്ട് ഷൗ പറയുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ വീഡിയോ എങ്ങനെ മാറി എന്നും ചോദിച്ച് നേരെ തൻ്റെ അസിസ്റ്റൻറ്റിനെ നോക്കുകയാണ്. അപ്പോൾ ആ അസിസ്റ്റൻ്റ് ചിരിക്കുന്നു. സത്യത്തിൽ ആ അസിസ്റ്റൻറ്റും നമ്മുടെ വേൻ്റെ ആളാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന് ഷൗ, എന്താ നിങ്ങളെല്ലാവരും ഇവന് സപ്പോർട്ടാണോ എന്നും പറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുന്നു. അവിടെ നിൽക്കുന്നവരോട് വേ പറയുന്നു, നിങ്ങളെല്ലാവരും നന്നായി കേട്ടോളൂ. എൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ കമ്പനി വളർത്തിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഇവനും ഒരു കാരണക്കാരനാണ്. അതുകൂടാതെ ഇത്രയും കാലം നമ്മളറിയാതെ ഈ കമ്പനിയിലെ പണം മൊത്തം ഇവൻ അടിച്ചു മാറ്റുകയായിരുന്നു. അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഇനി ഷൗ എന്നൊരു വ്യക്തി ഈ കമ്പനിയിൽ വേണ്ട. ഇവൻ ചെയ്ത എല്ലാ തെറ്റുകളുടെയും തെളിവുകൾ ഞാൻ നിങ്ങളുടെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനി പറയൂ, ഇവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി എന്നെ CEO ആയി നിയമിക്കാമല്ലോ. അവിടെയുള്ളവർക്കെല്ലാം നമ്മുടെ വേനെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അവരെല്ലാവരും അവനെ CEO ആയി നിയമിക്കാൻ സമ്മതിക്കുന്നു. അപ്പോൾ അവരെടുത്ത് വേ, ശരി അങ്ങനെയെങ്കിൽ ഇവളാണ് നിങ്. ഇനി മുതൽ R&D ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഇവളായിരിക്കും. ഇവിടെ നിൽക്കുന്ന ഇവളാണ് ഷിയ. ഈ കമ്പനിയുടെ ഡയറക്ടർ ഇവളായിരിക്കും എന്ന് കേട്ടപ്പോൾ ഷിയ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ അവിടെയുള്ള ഷൗ പറയുന്നു, ഓഹോ, നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നോ ഇത്ര നാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ വേ പറയുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എൻ്റെ അച്ഛൻ്റെ മരണത്തിന് നീയാണ് കാരണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് ഇതൊന്നും അറിയില്ലെന്നാണോ നീ വിചാരിച്ചത്? നീയാണ് അവസാനം അദ്ദേഹത്തിന് കോൾ ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം. പറയേ, നീ അവസാനം എന്താണ് അദ്ദേഹത്തിനോട് സംസാരിച്ചത്? നിർത്ത്, ഞാൻ അദ്ദേഹത്തിന് അവസാനം കോൾ ചെയ്തു എന്ന് മാത്രമല്ലേ നിനക്കറിയാവുന്നത്? അതിന് ഞാൻ അദ്ദേഹത്തെ കൊന്നു എന്ന് എങ്ങനെയാണ് നീ പറയുന്നത്? നിന്റെ കയ്യിൽ എനിക്കെതിരെ ഒരു തെളിവുമില്ല, മനസ്സിലായോ? ഇത് കേട്ട് വേ ചിരിക്കുന്നത് കണ്ട് പിന്നെയും ഷൗ പറയുന്നു, ഡേയ് നീ അധികം സന്തോഷിക്കണ്ട, നിനക്ക് അധിക കാലം ഈ സന്തോഷം കൊണ്ടുപോകാനും കഴിയില്ല. നിന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ പിടിച്ചെടുക്കാതെ വിടില്ല എന്നൊക്കെ ശപിക്കുന്ന പോലെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അമ്പോ, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നും പറഞ്ഞ് ഷാങ് വന്ന് വേനെ കെട്ടിപ്പിടിക്കുന്നു. ഇതും കണ്ടോണ്ട് വരുന്ന നീ, ഇവൻ നിന്നെ ഇങ്ങനെയൊക്കെയാണോ കെട്ടിപ്പിടിക്കുന്നത്? ഇവൻ ശരിക്കും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണോ എന്നും അവൾ ചോദിക്കുന്നു. ഇത് കേട്ടതും വേ അവനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉടനെ ഷാങ് അവൻ്റെ അടുത്ത് പറയുകയാണ്, ഡേ നീ ഇനി വിഷമിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊന്നുമല്ല, സിയയെ കുറിച്ചാണ്. ഇത്രയും കാലം നീ എങ്ങനെയൊക്കെയാണ് അവളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനേക്കായൊക്കെ മുമ്പേ നീ ഇപ്പോൾ ഈ കമ്പനിയിലെ CEO ആയില്ലേ, വാ നമുക്കിനി സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെ ഷാങ് പറയുന്നത് കേട്ട് വേ, ഇല്ല സെലിബ്രേറ്റ് ഒന്നും ചെയ്യാനായിട്ടില്ല. കാരണം ആ ഷൗ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവസാനിച്ചിട്ടില്ല എന്നിങ്ങനെ വേ പറയുന്നത് കേട്ട് ഷൗ, ഓ ശരി, എന്നാൽ ഇനി നമുക്ക് അവനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട, നമുക്കിനി ഷിയയെക്കുറിച്ച് സംസാരിക്കാം. എപ്പോഴാണ് നീ നിന്റെ പ്രണയം അവളോട് തുറന്നു പറയാൻ പോകുന്നത്? നിനക്ക് വല്ല അഡ്വൈസും വേണോ എന്ന് ഷാങ് ചോദിക്കുന്നത് കേട്ട്, എന്ത്, നീയോ എനിക്ക് അഡ്വൈസ് തരാനോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവനെ അത്ഭുതത്തോടെ നോക്കുന്നു. ഷൗ വിടുന്ന ലക്ഷണമില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാനൊരു പ്ലാൻ പറഞ്ഞു തരാം. നീ ആരോടും പറയാതെ ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഷിയയെ വിളിച്ചുകൊണ്ട് പോകൂ. കുറച്ച് ഡ്രിങ്ക്സൊക്കെ അടിച്ച് ആ ഷൗ നിന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്ന് കുറച്ച് സങ്കടത്തോടെ അവളെടുത്ത് പറയേ. അപ്പോൾ അവൾക്ക് നിൻ്റെ അടുത്തൊരു സഹതാപം തോന്നും. അങ്ങനെ അതൊരു പ്രണയമായി മാറും. എന്നിട്ട് നീ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കണം. അപ്പോൾ അവളുടെ ആ സ്നേഹം പുറത്തോട്ട് വരും. ദാ ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് നോക്ക് എന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് ചെന്ന് നിങ്ങിനെ നോക്കുന്നു. നിങ് ചിരിച്ചുകൊണ്ട് അടുത്തോട്ട് വരുംതോറും അവൾ നോക്കിക്കൊണ്ട് അടുത്തോട്ട് വരുമ്പോൾ അവന് നാണം വന്ന് അവിടെ പോയിരിക്കുകയാണ്. ഇത് കണ്ട് വേക്ക് ചിരി വരുന്നു. ശരി, ഈ പ്ലാനൊന്നും വർക്കാവുമെന്ന് തോന്നിയില്ല. നിന്റെ അടുത്ത് വല്ല പ്ലാനും ഉണ്ടോ? എൻ്റെ അടുത്ത് കാര്യമായിട്ട് ഒരു പ്ലാനുമില്ല. നിനക്കെന്താണ് തോന്നുന്നത് എന്നവൾ തിരിച്ചു ചോദിക്കുന്നു. വേ പറയുന്നു,
സത്യത്തിൽ ഈ 2 വർഷത്തിനിടയിൽ ഞാൻ സിയയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ മുന്നേറണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ സ്വാർത്ഥത കാരണം അവളുടെ 2 വർഷമാണ് ഞാൻ കളഞ്ഞത്. അതുകൊണ്ടാണ് അവൾക്ക് അർഹമായ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പോൾ അവൾക്ക് ഡയറക്ടർ പോസ്റ്റ് നൽകിയത്. അവൾ അതിന് അർഹയാണ് എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനൊരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോൾ എടുത്തതും അവൻ്റെ മുഖഭാവ വ്യത്യാസം കണ്ട് അവർ ചോദിക്കുന്നു, എന്തുപറ്റി എന്നവർ ചോദിച്ചപ്പോൾ ഷൗവിനെ കൊണ്ടുപോകുന്ന വഴിയിൽ അവൻ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൻ തിരിച്ചു വന്നാൽ ഷിയയെ ഉപദ്രവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയാലോ? വേ ഉടനെ തന്നെ പറയുന്നു, ഇല്ല, ഈ തവണ ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല. ഈ കാര്യം ഞാൻ ഷിയയോട് പറയാം. ഇതിൽ എന്ത് ചെയ്യണമെന്ന് അവൾ തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ കാണിക്കുന്നത് വേ സിയാടെ അടുത്ത് ഈ കാര്യം സംസാരിക്കാൻ വരുമ്പോൾ അവൾ തൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ അവന് നൽകുകയാണ്. എന്തിനാണിത്? നിനക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ലേ എന്ന് അവൻ ചോദിക്കും. അതിനവൾ മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്, ഇതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ലതും ചീത്തതുമായ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതിനെപ്പറ്റി ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എൻ്റെ നല്ലതിനു വേണ്ടിയാണ് എന്നാണ്. എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതും എന്നെ അപമാനിച്ചതും എല്ലാം എൻ്റെ നല്ലതിനു വേണ്ടി ആയിരുന്നല്ലോ. ശരി, ഒരു തരത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾ എന്നെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ടാകാം എനിക്കിപ്പോൾ ഈ ഡയറക്ടർ പോസ്റ്റ് തന്നത്. പക്ഷേ എനിക്കിതിൽ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇത് കേട്ടുവേ, എന്നോട് നീ ക്ഷമിക്കണം, ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഓ ശരി, നിങ്ങളുടെ ക്ഷമാപണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവൾ ഇറങ്ങാൻ നിൽക്കുന്നു. അപ്പോൾ വേ, നീ ഇതും കൂടി ഒന്ന് കേട്ടിട്ട് പോകൂ, ഷൗ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, നീ ഒന്ന് ശ്രദ്ധിക്കണം. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസന്റിലിരിക്കുന്ന നായകൻ ഫോൺ വിളിക്കുന്നു. അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ചോദിക്കുന്നു, ഹലോ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം അറിയുന്നത്? അപ്പോൾ അവൻ മറുപടി നൽകുന്നു, നോക്കൂ, എനിക്ക് നിന്നോട് ഇതെല്ലാം വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഒന്ന് ഉറപ്പാണ്, നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിന്റെ നന്മക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നീ ദയവ് ചെയ്ത് ആ കമ്പനി വിട്ടു പോകരുത്. നിന്റെ ബോസിനൊപ്പം തന്നെ അവിടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. അതെന്താ, ഞാൻ എന്തിനാ അയാളുടെ കൂടെ നിൽക്കണം എന്നവൾ ചോദിക്കുമ്പോഴേക്കും ഫോൺ കട്ടാകുന്നു. അവൾ വീണ്ടും ആ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. മുമ്പ് അയാൾ പറഞ്ഞതെല്ലാം സത്യമായതുകൊണ്ട് ഇതും വിശ്വസിക്കുന്നതാണ് നല്ലത്. അടുത്ത ദിവസം വേ ഒരു ഇൻ്റർവ്യൂക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ വസ്ത്രങ്ങൾ അവൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. ആ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന വേനെ നോക്കി അവൾ പറയുന്നു, നോക്കൂ, ഈ ഡ്രസ് ഇട്ടാൽ കാണാൻ നല്ല ലുക്കുണ്ട്. ഒരു പ്ലേ ബോയെ പോലെയോ അല്ലെങ്കിൽ മണ്ടനെ പോലെയോ ഇരിക്കാതെ ഒരു മാന്യമായ രീതിയിൽ പോകാം. അവളുടെ കളിയാക്കൽ കേട്ട് അവനൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അവൾ വീണ്ടും പറയുന്നു, ഈ കമ്പനിയിലുള്ള എല്ലാവരും നിങ്ങളെ ഒരു പ്ലേ ബോയ് ആയിട്ടും ഒരു മണ്ടനായിട്ടുമാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പുതിയൊരു കംബാക്കാണ് നൽകുന്നത്. നിങ്ങളുടെ ലുക്ക് കണ്ട് എല്ലാവരും അത്ഭുതപ്പെടണം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് കേട്ട് വേ ഓക്കെ പറയുന്നു. എന്നിട്ട് അവൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അവൻ നല്ല മനോഹരമായി നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ചോദിക്കുന്നു, ഇനി നിങ്ങൾ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? വേ പറയുന്നു, ഞങ്ങൾ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്ന പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഒരു സ്പേസിനെയും ടൈമിനെയും തമ്മിൽ ബന്ധിപ്പിക്കും. അടുത്ത ദിവസം ടിവിയിലെല്ലാം ഈ വാർത്തയെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുന്നു. എല്ലാവരും ഈ പുതിയ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ആ സമയത്ത് വേയും സിയായും ഒരു പെറ്റ് ഷോപ്പിലാണ് നിൽക്കുന്നത്. എന്താ സാർ ഇത്? ഈ സമയത്താണോ ഇങ്ങോട്ട് വരുന്നത്? അതും ഒരു ഉച്ച സമയത്ത്? ഇത് കേട്ടുവേ, നീ ഒന്ന് മിണ്ടാതിരിക്കാമോ എന്നും പറഞ്ഞ് ഒരു ഗോൾഡ് ഫിഷിനെ നോക്കുന്നു. ബോസ്, ഈ ഗോൾഡ് ഫിഷ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നമുക്കിത് വാങ്ങിയാലോ? അത് കേട്ട് വേ പറയുന്നു, എനിക്ക് മീനുകളെ കഴിക്കുന്നത് ഇഷ്ടമല്ല ബോസ്, ഇതിനെ ഞാൻ കഴിക്കാനല്ല വാങ്ങാൻ പറഞ്ഞത്, വളർത്താനാണ് എന്നും അവൾ ഒരു പരിഭവത്തോടെ പറയുന്നു. ഓ അങ്ങനെയാണോ? എന്നാൽ എനിക്ക് ഈ പക്ഷിയെ വാങ്ങണമെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞ് അവനൊരു കിളിയെ നോക്കുന്നു. പക്ഷെ അവളാണെങ്കിലോ ഒട്ടും മൈൻഡ് ചെയ്യാതെ ആരോടോ ചാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വേ, സിയ നീ ഇവിടെ നോക്ക്, ഈ കിളിയെ കണ്ടിട്ട് എവിടെയോ കണ്ട പോലെ തോന്നുന്നില്ലേ? ഇതൊരു തത്തയല്ലേ? ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ശരി, നിങ്ങൾക്ക് ഈ കിളിയല്ലേ വേണ്ടത്? വാങ്ങിക്കോളൂ, എനിക്ക് സമയമായി, ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് തിരക്കിട്ട് പോകുന്നു. ഈ പക്ഷിയെ കണ്ടതും ഇവൾക്കൊന്നും ഓർമ്മയില്ലേ? ഒന്നും ഓർമ്മ വരുന്നില്ലേ എന്ന് അവൻ വിഷമത്തോടെ ചിന്തിക്കുന്നു. സിയ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ തിരക്കിട്ട് പോയത്. അവളെ പിന്തുടർന്ന് വേയും കൂടെയുണ്ട്. അവൻ ഷാങ്ങിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഷാങ് പറയുകയാണ്, എടാ നീ അവളോട് കാര്യങ്ങളൊക്കെ പറ, നീയാണ് അവളുടെ പഴയ സുഹൃത്തെന്നറിഞ്ഞാൽ അവൾ നിന്നോട് നല്ല പോലെ സംസാരിക്കില്ലേ? അതൊക്കെ പോട്ടടാ, ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒരു തത്തയെ വളർത്തിയിരുന്നു, അതുപോലെ ഒരു കിളിയെ കാണിച്ചു കൊടുത്തിട്ടും അവൾക്കൊന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ ഇത് ഓർമ്മ വരാനിരിക്കല്ലേ? 10 വർഷം മുന്നേ നടന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ധൈര്യമായിട്ട് നീ അവളുടെ മുന്നിൽ ചെന്ന് സത്യങ്ങൾ തുറന്നു പറയേ.
ഇതൊക്കെ കേട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വേ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ സിയ ഇവിടെ മറ്റൊരു പയ്യനുമായി റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. അവൾ പറയുന്നു, വീട്ടുകാർ നിർബന്ധിച്ചയച്ചൊരു ബ്ലൈൻഡ് ഡേറ്റ് ആണിത്. എനിക്ക് കല്യാണത്തിനൊന്നും ഒട്ടും താല്പര്യമില്ല. ഇത് കേട്ട് ആ പയ്യൻ പറയുന്നതാണെങ്കിലോ അതിലും വലിയ കോമഡി. അയ്യോ, എനിക്കും താല്പര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ്. എനിക്ക് വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. വീട്ടുകാരുടെ നിർബന്ധം കാരണം വന്നതാണ്. എന്നെ ഒന്ന് സഹായിക്കണം. ഇതൊന്നും അറിയാതെ ദൂരെ നിന്ന് ഇവരെ നോക്കിക്കൊണ്ട് നമ്മുടെ വേ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കയ്യിലാണെങ്കിലോ ആ ഒരു തത്തയുമുണ്ട്. അപ്പോഴാണ് ഹോട്ടലിൽ നിന്ന് വെയിറ്റർ വന്ന് പറയുന്നത്, സാർ, ഈ തത്തയെ കൊണ്ട് ഹോട്ടലിൽ വരാൻ പാടില്ല എന്ന് അയാൾ പറഞ്ഞതും അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അവൻ പോകുന്ന വഴിയിൽ അവൻക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സിയ തന്നെ. അവൾ അവനെ കളിയാക്കിക്കൊണ്ട്, ആ സൺഗ്ലാസ് ഒന്ന് എടുത്തു വെച്ചോളൂ. നിങ്ങളുടെ മുഖം കണ്ടാൽ നല്ല തളർച്ചയുണ്ട്. ഇങ്ങനെ പോയാൽ രാത്രി എനിക്ക് കൂടുതൽ ജോലി തന്ന് എന്നെ കഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. ഇത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് ഷാങ്ങിനെ വിളിക്കുന്നു. എന്നിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അവൻ പറയുന്നു, എന്തിനാടാ അവൾ നിന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? അത് കേട്ട് വേ അവന് മറുപടി കൊടുക്കുന്നു, ഹേയ് അതൊന്നുമല്ല, എനിക്ക് ഉച്ചയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. വെയിലത്ത് നടന്നാൽ മുഖമാകെ ക്ഷീണിക്കുമല്ലോ. അതുകൊണ്ടാണ് അവൾ എൻ്റെ അടുത്ത് സൺഗ്ലാസ് വെക്കാൻ പറഞ്ഞത്. അവളൊന്നും അങ്ങനെ വെറുതെ പറയില്ലല്ലോ എന്നിങ്ങനെ അവന് മറുപടി കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വേ അവളുടെ സ്കൂൾ ID കാർഡ് എടുത്ത് നോക്കി നിന്നുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അന്ന് വേ അവൻ്റെ റൂമിലിരിക്കുമ്പോൾ സിയ ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു. പുറത്ത് കുറേ ആൺകുട്ടികൾ വളരെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അവളെ അകത്തേക്ക് വരാൻ അനുവദിച്ചു. അവൾ അവൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു. സോറി, പെട്ടെന്നൊരു എമർജൻസി വന്നപ്പോൾ ഓടിക്കയറിയതാണ്. ഞാൻ താഴത്തെ നിലയിലാണ് താമസം. കൂടാതെ ഹെങ്ങങ്ങൾ നിങ്ങളെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും അവൾ പറയുന്നു. അവൻ ഇതൊക്കെ കേട്ട് അന്നൊന്നും സംസാരിച്ചില്ലെങ്കിലും അവളുടെ ഓർമ്മകൾ എപ്പോഴും മനസ്സിലുണ്ട്. അന്ന് അവൻ്റെ റൂമിലുണ്ടായിരുന്ന അതേപോലത്തെ തത്തയാണ് ഇന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തത്. ഇതെല്ലാം ഓർത്ത് അവൻ സങ്കടത്തോടെ പറയുകയാണ്, ഷിയ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അന്ന് പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ട് നിനക്ക് എന്നെ മാത്രം എന്താ ഓർമ്മ വരാത്തത്? അങ്ങനെ സങ്കടകരമായ ഒരു ഓർമ്മകളോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ.